ഷാരോൺ വധക്കേസിൽ അന്തിമവാദം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ശിക്ഷാവിധി തിങ്കളാഴ്ച വരും. ഇപ്പോൾ ഷാരോണിൻ്റെ കുടുംബം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും വധശിക്ഷ എന്നതിൽ കുറഞ്ഞൊരു ശിക്ഷ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? ശരിക്കും ഞങ്ങളും വധശിക്ഷ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു അവിടെ നമ്മളെ പ്രോസിക്യൂട്ടറും വാദിച്ചത്. ഞങ്ങൾ ഇത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ സാറ് വധശിക്ഷ തന്നെയായിരുന്നു അവിടെയും വാദിച്ചത്. പിന്നെ കൂടാതെ അതിനു വേണ്ടിയുള്ള എല്ലാ പോയിൻറ്റ്സും സാർ അവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കോടതിയിൽ. അപ്പോൾ ബാക്കി ഇനി വരുന്ന തീരുമാനം കോടതിൻ്റെതാണ്. അപ്പം ബഹുമാനപ്പെട്ട കോടതി ബാക്കി തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ളൊരു വിധി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിലിപ്പോൾ അമ്മാവൻ കുറ്റക്കാരൻ, ഗ്രീഷ്മ കുറ്റക്കാരൻ, പക്ഷെ അമ്മയെ വെറുതെ വിടുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? ഇല്ല, അത് തുടക്കത്തിൽ തന്നെ ഈ കൊലപാതകത്തിൽ അമ്മയ്ക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് കാര്യമായിട്ടുള്ള തെളിവുകൾ അമ്മയ്ക്കെതിരെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തികച്ചും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇത് പൂർണ്ണമായിട്ടും തൃപ്തരാണ്. ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രായം കണക്കിലാക്കണം, പഠിക്കണം, അങ്ങനത്തെ കുറേ ആവശ്യങ്ങൾ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ള നിങ്ങളുടെ ഒരു പ്രതികരണം? അങ്ങനെ എനിക്കൊരിക്കലും ആ ഒരു വ്യൂവിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു പ്രായം കുറഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു 18 ഇയേഴ്സിന് താഴെയാണെങ്കിൽ എന്തെങ്കിലും കൺസിഡറേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി ഐ ഡോണ്ട്. പക്ഷേ ഇത്രയും ഒരു 10-25 വയസ്സോളമായിട്ടുണ്ട് അവർക്ക്. ഈ ഒരു 23 വയസ്സിൽ ചെയ്തൊരു പ്രവൃത്തി. അപ്പം ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു പ്രായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പേരിലോ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അതിൽ ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി വരുന്ന ഓരോരുത്തർക്കും അതൊരു മോട്ടിവേഷൻ ആവത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്കായാലും ഒരു കുറ്റം ചെയ്യണമെങ്കിൽ ഇനി ഒരു പ്രായം കുറഞ്ഞ ഒരാളെ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളെ നമുക്കും ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു വ്യൂവിൽ പ്രതിഭാഗം വക്കീൽ സംസാരിച്ചത് തന്നെ എന്നെനിക്ക് ഇത് ഒട്ടും മനസ്സിലാവുന്നില്ല, ഒട്ടും അക്സെപ്റ്റബിളും അല്ല. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ചില വാദങ്ങളൊന്ന് ചെകുത്താൻ്റെ മനസ്സുള്ള ഒരു പ്രതി, അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വേറെന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടായൊരു ഇൻസിഡൻ്റ് അല്ലല്ലോ, ഇത്രയും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു മർഡറാണ്. അപ്പോൾ അത് അത്രയും നാളത്തെ ഒരു പ്ലാനിങ്ങും എല്ലാം ചെയ്തിട്ടാണ് അവൾ ഈ ഒരു പ്രവൃത്തി ചെയ്തത്. അപ്പോൾ അതിൽ ഞങ്ങൾ അത് സാർ പറഞ്ഞത് തന്നെയാണ്, 100% സാർ പറഞ്ഞത് തന്നെയാണ് ശരി. നിങ്ങൾ ഈ പ്രണയത്തെ എതിർത്തിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല, ശരിക്കും വീട്ടിലാരും അങ്ങനെ എതിർത്തിട്ടില്ല. തുടക്കം മുതലേ അറിയായിരുന്നു, ഞങ്ങൾക്കും അറിയായിരുന്നു, വീട്ടിലെല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എതിർത്തിട്ടില്ല. അവൻ്റെ ഒരു ഹാപ്പിനെസ് അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവസാന നിമിഷം വരെയും ഷാരോൺ ഈ ഗ്രീഷ്മയെ ഹൈഡ് ചെയ്തു, അതായത് സംരക്ഷിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും സ്നേഹമായിരുന്നു അവന്, അത്രയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ അവസാനം വരെയും പറയാതെ മാക്സിമം അവന് പറ്റുന്ന അത്രയും ഹൈഡ് ചെയ്തു. പിന്നെ അവന് മനസ്സിലായപ്പോഴാണ്, അതായത് അവന് മരിക്കുമെന്നുള്ള ഒരു ബോധം അവന് വന്നപ്പോഴാണ്, അതിൻ്റെ ഒരു 2-3 ഡേയ്സ് മുമ്പെയാണ് പപ്പയെടുത്ത് രാവിലെ പപ്പ ക്ലീനാക്കാൻ പോയപ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ അവളെ ഫോൺ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ അതുവരെ അവൻ മാക്സിമം പറയാണ്ട് തന്നെയായിരുന്നു ഇരുന്നത്. താങ്കൾക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ശരിക്കും ഗ്രീഷ്മയെ കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അന്ന് ശരിക്കും എന്തൊക്കെയായിരുന്നു ഗ്രീഷ്മയോട് ചോദിച്ചത്? ഈ ഒരു അത് ശരിക്കും ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ വാട്സപ്പിലൂടെ കുറേ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ഒന്നും ഇവൾ പറഞ്ഞില്ല. അതായത് എല്ലാം മുഴുവൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കൂടാതെ അതിന് ശേഷം ഈ പപ്പയെടുത്ത് പറഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയായിരുന്നു, ഷാരോൺ എല്ലാം പറഞ്ഞു. പക്ഷേ മാക്സിമം അവൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചിട്ട് മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തെളിവിലേക്ക് കൊടുത്തിട്ടുണ്ട് കോടതി.
അപ്പം എന്തായാലും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ അതെ അതെ, ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവണം. ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞൊരു കേസാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ശിക്ഷ കിട്ടുമ്പോഴത്തേക്കും എല്ലാവർക്കും അതൊരു മാതൃകയാണ്. ഇനി ആരും ഇത് ചെയ്യാൻ വേണ്ടി ഒരു ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.